ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപാട് പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്യത്തില്ല, പക്ഷേ എങ്കിലും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. ബിക്കോസ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എല്ലാം എനിക്ക് പിടിക്കുന്നതല്ല. ഇപ്പം എല്ലാവർക്കും നല്ല റിവ്യൂസ് കിട്ടിയ പ്രോഡക്റ്റ്സ് ഒന്നും എനിക്ക് അങ്ങനെ എൻ്റെ സ്കിന്നിന് അങ്ങനെ പറ്റുന്ന പ്രോഡക്റ്റ്സ് ആയിരുന്നല്ല. സോ ഞാൻ വളരെ കാലം നോക്കി സെർച്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് എൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ആ പ്രോഡക്റ്റ്സാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നത്. സോ ഫസ്റ്റ് ഞാൻ പോൺസിൻ്റെ ഹൈഡ്ര മിറാക്കിൾ എന്ന് പറഞ്ഞ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ജെൽ ടെക്സ്ചറാണ് കേട്ടോ, ഒരു ജെൽ ടെക്സ്ചറാണ്. നല്ലൊരു സൺസ്ക്രീനാണ്. നമുക്കിങ്ങനെ സ്കിന്നിന് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പാണ്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇത് കണ്ടോ, വളരെ വളരെ ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് സ്കിന്നിലിങ്ങനെ അലിഞ്ഞു പോകും. ഇങ്ങനെ ഒരുപാട് ഹെവിനെസ് ഒന്നും തോന്നത്തില്ല, നമുക്ക് ഒരുപാട് ടേക്കുന്നതായിട്ടും അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല. രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഐജെല്ലാണ്. ഐജെൽ മീൻസ് അണ്ടർ ഐജെല്ലാണ്. അത് ഈ നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ പ്രോഡക്റ്റ്സാണ്. ഇനി ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് കാണിക്കുന്നത് ഒരേ ബ്രാൻഡിൻ്റെയാണ്. ആ ബ്രാൻഡ് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡുമാണ്. എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനും പറ്റുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എല്ലാ ഒരു മിക്ക പ്രോഡക്റ്റ്സ് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സെർച്ച് ചെയ്തെടുത്ത പ്രോഡക്റ്റ്സ് എല്ലാ സ്കിന്നിനും പറ്റുന്ന ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്സാണ്. ഇതെന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ഗോഡ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ബ്യൂട്ടി ഗോഡ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. അണ്ടർ ഐജെല്ലാണ്. ഇത് അലോവേര എക്സ്ട്രാക്റ്റിൽ നിന്നും കുക്കുംബർ ആൻഡ് ഗ്രീൻ ടീയിൽ നിന്നുള്ളതാണ്. ഇത് വളരെ നല്ലൊരു ജെല്ലാണ്. ഇറ്റ്സ് ലൈക്ക് മോയ്സ്ചറൈസിങ് പോലെ നമുക്ക് തോന്നും. കണ്ണിൻ്റെ അടിവശം നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് നമുക്ക് തോന്നും. ഇത് എനിക്ക് നല്ലതായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉള്ളതാണ്. രാത്രിയിലൊക്കെ കുറേ നേരം ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളതായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇത് യൂസ് ചെയ്യുന്നതിനപ്പോൾ എനിക്ക് മാറ്റം അറിയാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിലുള്ള മാറ്റം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടായിരുന്നു. സോ ഇത് കുറച്ചൊന്ന് പുരട്ടിയിട്ട് ഒന്ന് ജെന്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കണ്ണിൻ്റെ പഫ്നെസ് കുറച്ച് കുറഞ്ഞു കിട്ടും. കണ്ണിൻ്റെ അടിയിലെ കുറച്ച് പഫ്നെസ് കുറഞ്ഞു കിട്ടും. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നമ്മൾ പോൺസിൻ്റെ വേറൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ശരിക്കും ഒരു സാമ്പിൾ പോലെ വാങ്ങിച്ചായിരുന്നു. അതും ഹൈഡ്ര മിറാക്കിളിൻ്റെ കോൾഡ് ക്രീമാണ്, ഒരു വൈറ്റ് കളർ ക്രീമാണിത്. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ വാങ്ങിച്ചത്. ഇതിൻ്റെ വലിയ ബോട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ജെൽ ടെക്സ്ചറാണ്. എനിക്ക് പൊതുവേ സൺസ്ക്രീൻ ആണെങ്കിലും എല്ലാം ആണെങ്കിലും പോലും ഒരു ജെൽ ടെക്സ്ചറാണ് ഇഷ്ടം. എനിക്കൊരു ക്രീമി ടെക്സ്ചർ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. സോ ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് ഇതിനകത്തോട്ട് ആക്കിയതാണ് കേട്ടോ. ദെൻ ഞാൻ വേറൊരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. അത് ഒരു ബ്രൈറ്റനിങ് ക്രീമാണ്. ഇത് ബ്രൈറ്റനിങ് ക്രീം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊന്ന് ഭയങ്കരമായിട്ട് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് വെളുപ്പം അങ്ങനെയല്ല, പതിയെയാണ് നമുക്ക് ചേഞ്ചസ് വരുന്നത്. ഇത് ബ്യൂട്ടി ഗോഡ്സിൻ്റെ തന്നെ ബ്രൈറ്റനിങ് ക്രീമാണ്, ഫേസ് ക്രീമാണ്. 12% ഓഫ് കുങ്കുമാരി ഓയിലൊക്കെ ഉള്ളതാണ്. എന്നിട്ട് അതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര നല്ല ക്രീമാണിത്. ഇട്ടുടനെ അങ്ങ് വെളുത്തിട്ട് മാറും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നമുക്ക് ഈ ബ്രേക്ക്ഔട്ട്സും ആക്നീസും ഒക്കെ നമുക്ക് ചേഞ്ച് ആവും. അതിൻ്റെ പാട് ഫെയ്ഡ് മീൻസ് അതിൻ്റെ ചെറിയ പാർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫെയ്ഡ് ആവുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അറിയാനായിട്ട് പറ്റും. ഇത് ഞാൻ ഇട്ട് കാണിക്കാം, വേറൊരു വീഡിയോയിൽ കാണിക്കാം. ബിക്കോസ് ഞാൻ എനിക്ക് സൺസ്ക്രീൻ്റെ കൂടെ ഇടാറില്ല. ഒരു രാത്രിയിലൊക്കെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ട് കാണിക്കാം. ആൻഡ് ഞാൻ ബ്യൂട്ടി ഗോഡ്സിൻ്റെ തന്നെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് സൺസ്ക്രീൻ. ഇത് കുറേ വീഡിയോസിൽ ഗെറ്റ് റെഡിയിലെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗെറ്റ് റെഡി വിത്ത് മീയിലൊക്കെ ഞാൻ ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. നല്ല സൺസ്ക്രീനാണ്. ഇത് എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനും പറ്റും. SPF 15+ ഉണ്ട്, PA 4+ ഉണ്ട്, UV ഒക്കെയാണ്. നല്ല സൺസ്ക്രീനാണ്. ജെൽ ടൈപ്പ് ടെക്സ്ചറാണ്. വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല. നല്ലൊരു ജെൽ ടൈപ്പ് ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. ഇത് കാണുമ്പോൾ ഒരു ക്രീം ലുക്ക് തോന്നുമെങ്കിലും ക്രീം അല്ല കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് സ്കിന്നുമായിട്ട് ഇഴുകിച്ചേർന്ന ടൈപ്പ് ഓഫ് സൺസ്ക്രീനാണ്. ഞാനൊരു 4ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് വരെ ഈ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്തില്ലായിരുന്നു. ഒരു 9, 10 ഒന്നും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതല്ലായിരുന്നു.
പിന്നെ പിന്നാണ് സൺസ്ക്രീനിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പോഴും സൺസ്ക്രീൻ ഒക്കെ സ്കിപ്പ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പേഴ്സണലി ഞാൻ പറഞ്ഞു കൊടുക്കുക സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത് എന്ന്. അങ്ങനെ സോ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യില്ല, അതിൽ തന്നെ നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യുക. എപ്പോഴും SPF 15+ ഉള്ളത് മാത്രം യൂസ് ചെയ്യുക. ബിക്കോസ് അതാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്നത്. അതൊക്കെ ഇട്ടാലേ ഇപ്പോഴത്തെ ചൂടിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും സത്യം പറഞ്ഞാൽ. സോ നല്ലൊരു സൺസ്ക്രീനാണ് ഇത്. പേര് മറക്കണ്ട, ബ്യൂട്ടി ഗോഡ്സ് എന്നാണ്. ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് ശരിക്കും ഷെയർ ചെയ്യാം. കാരണം ഇത് ആമസോണിലൊന്നും അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ അവരുടെ പേജിൽ മെസ്സേജ് ഇട്ട് അങ്ങനെ വാങ്ങിക്കുമായിരുന്നു, ഓർഡർ ചെയ്ത് വാങ്ങിക്കുമായിരുന്നു. ഇനി ഒരു അടിപൊളി സാധനം പരിചയപ്പെടുത്തരാം. ഇത് ലിപ് ടിൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ചീക്ക് ടിൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലിപ്പായിട്ടും ചീക്കിലും രണ്ടിലും യൂസ് ചെയ്യാൻ പറ്റും. നല്ലതാണ്. എനിക്ക് നല്ല രീതിയിൽ ഇപ്പം നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് അറിയാമെന്നാണ്, എനിക്ക് നല്ല ഒരു പിഗ്മെൻറ്റേഷൻ ആണ്. ഇതിൻ്റെ എക്സ്ട്രീം പിഗ്മെൻറ്റേഷൻ ആയിരുന്നു എനിക്കൊരു സമയത്ത്. ആ ഒരു പിഗ്മെൻറ്റേഷൻ കുറഞ്ഞു വന്നത് ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തും ബ്യൂട്ടി ഗോഡ്സിൻ്റെ ലിപ് ബാം. നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി ഗോഡ്സിൻ്റെയാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ അത്രയും യൂസ് ചെയ്യുക, എല്ലാ പ്രൊഡക്റ്റ്സും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും സാറ്റിസ്ഫൈ ആയിട്ട് തോന്നിയിട്ടായിരിക്കുമല്ലോ. അപ്പം ഇത് നമുക്ക് ചീക്ക് ടിൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ലിപ് ടിൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബീട്രൂട്ട് ലിപ് ബാമാണിത്. അതിനിത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് കുറേയൊക്കെ യൂസ് ചെയ്തു അതിന് പൊഴിഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു വാട്ടർ ടെക്സ്ചറാണ്. നല്ല ലിപ് ബാമാണിത്. നമുക്ക് ഇന്ന് വെണ്ടയ്ക്ക് വേണേൽ ലിപ് ലൈനറൊക്കെ എഴുതിയിട്ട് വേണേൽ ലിപ്സ്റ്റിക്കും കൂടെ ആഡ് ചെയ്യാം. നല്ല മണമൊക്കെ കേട്ടോ. പിന്നെ ഓവർ മണമല്ല എങ്കിലും നല്ലൊരു മണമുണ്ട്. ഞാൻ മുഖം നോക്കുന്നതുകൊണ്ടാണ് ആ ഒരു കാഴ്ച ഇങ്ങോട്ട് പോകുന്നത്, ക്യാമറ ഫേസ് ചെയ്യുന്നില്ല. ഇത് നമുക്കിങ്ങനെ ലിപ് ടിൻ്റായിട്ട് യൂസ് ചെയ്ത് ഭയങ്കര ഒരു ലിക്വിഡ് ടെക്സ്ചറായിട്ട് പെട്ടെന്ന് ബ്ലെൻഡാകും കേട്ടോ. അത് പെട്ടെന്നത് ഞാൻ അത്രയും ഒന്നും ഉപയോഗിക്കുന്നേ ഇല്ല. പെട്ടെന്ന് അത് ബ്ലെൻഡായിട്ട് വെക്കോളും നമ്മുടെ സ്കിന്നുമായിട്ട്. എൻ്റെ സ്കിന്നിൻ്റെ നേരത്തെ ഒരു ഫോട്ടോ ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഭയങ്കര മോശമായിരുന്നു എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ. ഞാൻ എല്ലാ പ്രോഡക്റ്റും എടുത്ത് യൂസ് ചെയ്തിട്ട് ഭയങ്കര മോശമായിരുന്നു എൻ്റെ അവസ്ഥ. ഉള്ള ബ്രേക്കൗട്ട്സ്, ആ ഒരു പാടാണ് ഇപ്പോഴും എൻ്റെ മുഖത്തുള്ളത്. അതൊക്കെ മാറി വരുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നുമായിട്ട് ഇഴുകി ചെയ്യും. എല്ലാ പ്രോഡക്ട്സിനും ഇങ്ങനെ ഒരു ലിഡും കൂടെ ഉണ്ട് കേട്ടോ. ഓപ്പണായിട്ടല്ല, എനിക്കറിയത്തില്ല എല്ലാ പ്രോഡക്ട്സിനും ഉണ്ടോ, അത്ര ഷിവറ പ്രോഡക്ട്സിനൊക്കെ ഉണ്ട്. സോ നല്ലതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു സൺസ്ക്രീൻ കാണിക്കാതെ. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ഇതാണ്, ഇപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. ഇതുപോലെ തന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു സൺസ്ക്രീനാണിത്, ലാക്മേയുടെ സൺസ്ക്രീന്. ഇതൊരു ജെൽ ടൈപ്പ് ഓഫ് ടെക്സ്ചറാണ്. SPF 15 PA++ ഉണ്ട്. സോ ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. ഞാൻ രണ്ടും ഒരുപോലെ യൂസ് ചെയ്യും. ഇപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാനിത് ഇട്ടിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ കയ്യിലെടുക്കാന്നുള്ള രീതിയാണ് ഇതാണ് കയ്യിലെടുക്കുന്നത്. സോ രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നല്ല സൺസ്ക്രീൻസാണ് രണ്ടും. പിന്നെ ഞാൻ നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേംഡോക്കിൻ്റെ പ്രോഡക്റ്റാണ് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് തീർന്നു കേട്ടോ, ഞാൻ യൂസ് ചെയ്തിട്ട് തീർന്നു. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, 2 ദിവസമായി തീർന്നിട്ട്. ഓർഡർ ചെയ്തിട്ടുണ്ട്, വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് 2% കോജിക് ആസിഡിൻ്റെ ഒരു നൈറ്റ് ക്രീമാണ്. ഇതുപോലെ തന്നെ ഡേ ക്രീമും കിട്ടും. കേട്ടോ, ഞാൻ ഡേ ക്രീം യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ നൈറ്റ് ക്രീം നല്ല അടിപൊളിയാണ്. ഇത് ഓൾ ടൈപ്സ് ഓഫ് സ്കിന്നിനും പറ്റും. നന്നായിട്ട് ഇതൊരു ജെൽ ടെക്സ്ചറാണ് കേട്ടോ. നമ്മൾ ഇട്ടാൽ തന്നെ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആയി കൊടുക്കും നമ്മുടെ സ്കിന്നുമായിട്ട്. ഞാൻ കൂടുതലും ഒരു ജെൽ ടൈപ്പ് ഓഫ് ടെക്സ്ചറാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. സോ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. സോ ഇതാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന കുറേ പ്രോഡക്റ്റ്സ്. പിന്നെ ഞാനൊരു ലിപ് ബാം നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഈ ഒരു ലിപ് ബാമാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നൈക്കയുടെ ഒരു ലിപ് ബാമാണ്. അതും നല്ല ലിപ് ബാമാണ്, പക്ഷെ ഞാൻ കറൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ് ബാമാണ്. പുറത്തെവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ ഈ ലിപ് ബാം എടുക്കും. സോ എനിക്ക് രണ്ടും ഇഷ്ടമാണത്. അപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാൻ പറ്റൊരു ജെല്ലി ടെക്സ്ചർ ഉള്ളതാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ജെല്ലി ടെക്സ്ചറാണ്. നമ്മൾ സ്കിന്നുമായിട്ട് പെട്ടെന്ന് സ്കിന്നിന് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് ജെല്ലി ടെക്സ്ചറാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഹെവിനെസ് തോന്നത്തില്ല, ഒരുപാട് ഇട്ടേക്കുന്നതായിട്ടൊരു ഫീൽ നമുക്ക് തോന്നത്തില്ല. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ലിങ്ക് ഈ ഒരു ബ്യൂട്ടി ഗോഡ്സിൻ്റെ എനിക്കൊന്നുമില്ല ആമസോണിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് കിട്ടുമെങ്കിലും അത് എനിക്ക് തോന്നുന്നില്ല അത് ഒറിജിനൽ പ്രോഡക്റ്റ്സ് ആണെന്ന്. ഇതിൻ്റെ വേണമെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇവരുടെ നമ്പറിലോ കയറി മെസ്സേജ് ഇട്ടാൽ ഇവർ പേഴ്സണലി നമുക്ക് കൊറിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു പ്രോഡക്ട്സിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ആ നമ്പറോ എന്തെങ്കിലും ഷെയർ ചെയ്യാം, എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ. സോ ബൈ.